അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ, അതുപോലെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ, തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ, ഇസ്ലാമിക ചരിത്രങ്ങൾ, ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു. ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും, അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി നമുക്ക് വീഡിയോയിലേക്ക്. തസ്ബീഹ് നിസ്കാരം വളരെ പ്രധാനപ്പെട്ട നിസ്കാരമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്രമാത്രം കരുണയോടും പ്രാധാന്യത്തോടും കൂടെയാണ് അത് പഠിപ്പിച്ചിരിക്കുന്നതെന്ന കാര്യം നാം മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ മഹത്വം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. താബീങ്ങളുടെ കാലം മുതൽ ഇന്ന് വരെ മാതൃകാ പുരുഷന്മാരായ മഹാന്മാരെല്ലാം ഈ തസ്ബീഹ് നിസ്കാരം നിർവഹിക്കുകയും ജനങ്ങൾക്കത് പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇങ്ങനെ നിരവധിയായ ഹദീസ് പണ്ഡിതന്മാരും ഫിഖ്ഹി പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. ഹാക്കിം റളിയല്ലാഹു അൻഹു ഇത് വളരെ പ്രാധാന്യത്തോടു കൂടെയാണ് ഉദ്ധരിച്ചിരിക്കുന്നത്. അബ്ദുല്ലാഹി ബിൻ മുബാറക് റളിയല്ലാഹു എന്ന ഇമാം ബുഖാരിയുടെ ഉസ്താദും ഇതേ കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ബൈഹഖി റളിയല്ലാഹു അൻഹു പറയുന്നു, അബുൽ ഈസാ റളിയല്ലാഹു അൻഹു പ്രധാനപ്പെട്ട ഒരു താബിയാണ്. അബ്ദുല്ലാഹി ബിൻ മുബാറക് റളിയല്ലാഹു അൻഹുവിന് മുമ്പ് അദ്ദേഹം തസ്ബീഹ് നിസ്കാരം വളരെ നിഷ്ഠയായി നിസ്കരിച്ചിരുന്നു. ദിവസവും ളുഹറിന് ബാങ്ക് വിളിച്ചാൽ അദ്ദേഹം പള്ളിയിൽ പോയി ജമാഅത്തിൻ്റെ സമയം വരെ ഇത് നിസ്കരിച്ചിരുന്നു. അബ്ദുൽ അസീസ് ബിൻ അബി റവാദ് ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉസ്താദും വലിയ ആബിദും സാഹിദും മുത്തക്കിയുമാണ്. അദ്ദേഹം പറഞ്ഞു, ആരെങ്കിലും സ്വർഗം കിട്ടണമെന്ന് ആശിക്കുകയാണെങ്കിൽ സ്വലാത്തു തസ്ബീഹ് വളരെ നിഷ്ഠയോടുകൂടി നിസ്കരിക്കേണ്ടത് ആവശ്യമാണ്. വലിയൊരു സാഹിദായ അബൂ ഉസ്മാൻ ഹീരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നു, ആപത്തുകളും മനപ്രയാസങ്ങളും നീങ്ങിക്കിട്ടുന്നതിന് തസ്ബീഹ് നിസ്കാരം പോലെ ഒരു വസ്തുവും ഞാൻ കണ്ടിട്ടില്ല. അല്ലാമ തഖിയുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ നിസ്കാരം വളരെ പ്രധാനപ്പെട്ടതാണ്. ചില ആളുകൾ ഇതിനെ എതിർക്കുന്നത് കൊണ്ട് ആരും വഞ്ചിതരായി പോകരുത്. ഈ നിസ്കാരത്തിൻ്റെ പ്രതിഫലങ്ങളെക്കുറിച്ച് കേട്ടിട്ടും വിസ്മൃതിയിൽ കഴിയുന്നവർ ദീനിൻ്റെ കാര്യത്തിൽ അലസ മനോഭാവമുള്ളവരും സജ്ജനങ്ങളായ സ്വാലിഹീങ്ങളുടെ സൽപ്രവർത്തികളിൽ നിന്നും അകന്നവരുമാണ്. അവരെ ഉന്നതരായ ആളുകളുടെ കൂട്ടത്തിൽ കണക്കാക്കാവുന്നതല്ല. അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു എല്ലാ ജുമാ ദിവസവും ഇത് നിസ്കരിച്ചിരുന്നതായി മീർക്കാത്ത് എന്ന കിതാബിൽ എഴുതിയിരിക്കുന്നു. വെറും 4 റക്അത്തിൻ്റെ പേരിൽ ഇത്രയും അധികം സവാബ് കിട്ടുകയും പ്രത്യേകിച്ച് വൻ പാപങ്ങൾ പൊറുക്കപ്പെടുകയും ചെയ്യുക എന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ് എന്നതിൻ്റെ പേരിൽ ഈ ഹദീസിനെ ചില ആലിമുകൾ എതിർക്കുന്നുണ്ട്. എങ്കിലും അനേകം സ്വഹാബാക്കളിൽ നിന്നും ഹദീസ് നിവേദനം ചെയ്യപ്പെട്ടിരിക്കുമ്പോൾ അത് നിഷേധിക്കുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. പക്ഷേ മറ്റ് ആയത്തുകളുടെയും ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ വൻ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതിന് തൗബ ചെയ്യേണ്ടത് ഷർത്താണ്, നിബന്ധനയാണ്. മേൽപ്പറഞ്ഞ ഹദീസുകളിൽ നിന്ന് ഈ നിസ്കാരത്തിന് 2 രീതികൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തേത്
നൃത്തത്തിൽ ഫാത്തിഹയും സൂറത്തും ഓതിയതിനു ശേഷം 15 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാ വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ ചൊല്ലണം. പിന്നീട് റുക്കൂയിൽ സുബ്ഹാൻ റബ്ബിയൽ അദീം വബിഹംദിഹി എന്ന് ചൊല്ലിയതിനു ശേഷം 10 പ്രാവശ്യം മേൽപ്പറയപ്പെട്ട തസ്ബീഹ് ചൊല്ലണം. പിന്നീട് റുക്കൂകളിൽ നിന്ന് നിവർന്നാൽ സെമിയല്ലാഹു ലിമൻ ഹമിദ എന്നും റബ്ബനാ ലക്കൽ ഹംദു മില്ലസ് സമാവാതി എന്ന് തുടങ്ങുന്ന ദുആവും പറഞ്ഞതിന് ശേഷം 10 പ്രാവശ്യം തസ്ബീഹ് ചൊല്ലണം. അനന്തരം 2 സുജൂദിലും സുബ്ഹാൻ റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്ന് പറഞ്ഞതിന് ശേഷം 10 പ്രാവശ്യം വീതം തസ്ബീഹ് ചൊല്ലണം. അതുപോലെ 2 സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിലും 10 പ്രാവശ്യം മേൽപ്പറയപ്പെട്ട വിധം സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാ വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് തസ്ബീഹ് ചൊല്ലണം. രണ്ടാമത്തെ സുജൂദിൽ നിന്ന് നിവർന്നാൽ അല്ലാഹു അക്ബർ പറഞ്ഞുകൊണ്ട് നിവരുകയും എഴുന്നേറ്റ് നിൽക്കാതെ ഇരുന്നു കൊണ്ട് 10 പ്രാവശ്യം തസ്ബീഹ് ചൊല്ലുകയും വേണം. പിന്നീട് അല്ലാഹു അക്ബർ പറയാതെ എഴുന്നേറ്റ് നിൽക്കണം. രണ്ടാമത്തെ റക്അത്തിന് ശേഷവും 4-ാമത്തെ റക്അത്തിന് ശേഷവും ആദ്യമായി 10 പ്രാവശ്യം വീതം തസ്ബീഹ് ചൊല്ലിയിട്ട് അത്തഹിയാത്ത് ഓതണം. രണ്ടാമത്തെ രീതി തക്ബീറത്തുൽ ഇഹ്റാം കഴിഞ്ഞ് സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക വതബാറക ഇസ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക ഓതിയിട്ട് ഫാത്തിഹയും സൂറത്തും ഓതുന്നതിന് മുമ്പായി 15 പ്രാവശ്യവും ഫാത്തിഹയും സൂറത്തും ഓതിയതിനു ശേഷം 10 പ്രാവശ്യം തസ്ബീഹ് ചൊല്ലണം. ബാക്കിയുള്ളതെല്ലാം മുമ്പ് പറഞ്ഞ രീതിയിൽ തന്നെ. പക്ഷേ ഈ രീതിയിൽ നിസ്കരിക്കുമ്പോൾ രണ്ടാമത്തെ സുജൂദിൽ നിന്നും എഴുന്നേൽക്കുമ്പോൾ ഇരിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ അത്തഹിയാത്തിന് മുമ്പും തസ്ബീഹ് ചൊല്ലേണ്ടതില്ല. എന്നാൽ ചിലപ്പോൾ ആദ്യത്തെ രീതിയിലും ചിലപ്പോൾ രണ്ടാമത്തെ രീതിയിലും അങ്ങനെ 2 രീതിയിലും നിസ്കരിക്കുന്നതാണ് നല്ലതെന്ന് ചില പണ്ഡിതന്മാർ പറയുന്നു. തസ്ബീഹ് നിസ്കാരം പൊതുവേ പതിവില്ലാത്തത് കൊണ്ട് അതിനെപ്പറ്റിയുള്ള ചില മസലകൾ കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, ഈ നിസ്കാരത്തിന് പ്രത്യേക സൂറത്തുകളൊന്നും നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. ഇഷ്ടമുള്ള സൂറത്ത് ഓതാമെങ്കിലും സൂറത്തുൽ ഹദീദ്, സൂറത്തുൽ ഹശ്ർ, സൂറത്തുൽ സഫ്, സൂറത്തുൽ ജുമുഅ, സൂറത്തുൽ തഗാബുൻ എന്നീ സൂറത്തുകളിൽ നിന്ന് ഏതെങ്കിലും 4 എണ്ണം ഓതണമെന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു. 20 ആയത്തിൻ്റെ കണക്കിന് ഓതണമെന്ന് ചില ഹദീസുകളിൽ വന്നിട്ടുള്ളത് കൊണ്ട് ഏതാണ്ട് 20 ആയത്തുകളുള്ള സൂറത്തുകൾ ഓതേണ്ടതാണ്. ഇദാ സുൽസിലത്തിൽ അർളു വൽ ആദിയാത്തി, സൂറത്തുൽ തകാസുർ, വൽ അസ്രി, സൂറത്തുൽ കാഫിറൂൻ, ഇദാ ജാ നസ്റുല്ലാഹി, ഇഖ്ലാസ് ഇവയിൽ ഏതെങ്കിലും 4 എണ്ണം ഓതണമെന്നും ചിലർ പറഞ്ഞിട്ടുണ്ട്. തസ്ബീഹുകൾ ഒരിക്കലും നാവ് കൊണ്ട് എണ്ണരുത്. നാവ് കൊണ്ട് എണ്ണുന്നതിനാൽ നിസ്കാരം ബാത്തിലായി പോകും. വിരലുകൾ മടക്കി എണ്ണുകയാണ് വേണ്ടത്. തസ്ബീഹ് കയ്യിൽ വെച്ച് അതുകൊണ്ട് എണ്ണുന്നത് അനുവദനീയമാണെങ്കിലും മക്രൂഹാണ്. വിരലുകൾ അതാതിൻ്റെ സ്ഥാനത്ത് തന്നെ വെച്ചുകൊണ്ട് അല്പം അമർത്തുന്നതാണ് ഏറ്റവും നല്ലത്. ഏതെങ്കിലും സ്ഥാനത്ത് തസ്ബീഹ് ചൊല്ലുന്നതിന് മറന്നുപോയാൽ അടുത്ത ഫർളിൽ അത് ചൊല്ലി പൂർത്തിയാക്കുക. പക്ഷേ വിട്ടുപോയതിനെ പരിഹരിക്കുന്നതിന് റുക്കൂയിൽ നിന്ന് നിവർന്ന് ഇത്തിദാലിലോ 2 സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിലോ ആകരുത്. അതുപോലെ 1-ാമത്തെയും 3-ാമത്തെയും റക്അത്തിൽ 2-ാമത്തെ സുജൂദിൽ നിന്ന് നിവർന്നിരിക്കുമ്പോഴും മറന്നുപോയ തസ്ബീഹുകൾ ചൊല്ലരുത്. ഈ സ്ഥലങ്ങളിൽ അവിടെ ചൊല്ലേണ്ട തസ്ബീഹുകൾ മാത്രമേ ചൊല്ലാവൂ. അതിനുശേഷമുള്ള ഫർദിൽ മറന്നുപോയ തസ്ബീഹും ചൊല്ലണം. ഉദാഹരണമായി റുക്കൂയിൽ ചൊല്ലാൻ മറന്നുപോയാൽ അത് ആദ്യത്തെ സുജൂദിൽ ചൊല്ലി തീർക്കുക. അതുപോലെ ആദ്യത്തെ സുജൂദിൽ മറന്നുപോയതിനെ 2-ാമത്തെ സുജൂദിലും 2-ാമത്തെ സുജൂദിൽ മറന്നുപോയതിനെ അടുത്ത റക്അത്തിലെ നൃത്തത്തിലും ചൊല്ലി തീർക്കുക. ഈ പറഞ്ഞ രീതിയിൽ ചൊല്ലുന്നതിന് വിട്ടുപോയാൽ അവസാന ഇരുത്തത്തിൽ അത്തഹിയാത്തിന് മുമ്പായി ചൊല്ലി തീർക്കാവുന്നതാണ്. ഏതെങ്കിലും കാരണം കൊണ്ട് സഹവിൻ്റെ സുജൂദ് ചെയ്യേണ്ടി വന്നാൽ അതിൽ തസ്ബീഹ് ചൊല്ലേണ്ടതില്ല. കാരണം തസ്ബീഹിൻ്റെ ആകെ കണക്ക് 300 അതിവിടെ പൂർത്തിയായിരിക്കുന്നു. ഇനി ഏതെങ്കിലും കാരണത്താൽ ഈ കണക്കിൽ കുറവുണ്ടാവുകയാണെങ്കിൽ സഹവിൻ്റെ സുജൂദിൽ അത് ചൊല്ലാവുന്നതാണ്. ചില ഹദീസുകൾ വരുന്നു അത്തഹിയാത്തിന് ശേഷം സലാമിന് മുമ്പായി താഴെ പറയുന്ന ദുആ ഉണ്ട്, അതും കൂടി ചൊല്ലണമെന്ന്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക തൗഫീഖ അഹ്ലിൽ ഹുദാ വ അഅ്മാല അഹ്ലിൽ യഖീനി വ മുനാസഹത അഹ്ലിൽ തൗബ വ അസ്മ അഹ്ലിൽ സബ്രി വ ജിദ്ദ അഹ്ലിൽ ഖശിയ വ തലബ അഹ്ലിൽ റഗ്ബത്തി വ തഅബ്ബുദ അഹ്ലിൽ വറഇ വ ഇർഫാൻ അഹ്ലിൽ ഇൽമി ഹത്താ അൽഖാക. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മഖാഫതൻ തഹ്ജുസ്നി അൻ മആസിക ഹത്താ അഅ്മല ബിത്വാഅതിക അമലൻ അസ്തഹിക ബിഹി റിളാക وحتى أناسيك بتوبتي خوفا منك وحتى أخلص لك النصيحة
حياء منك وحتى أتوكل عليك في الأمور كلها وحسن الظن بك سبحان خالق النور ربنا أتمم لنا نورنا واغفر لنا إنك على كل شيء قدير برحمتك يا أرحم الراحمين. മനഃപ്പാടമാക്കാൻ കഴിയുന്നവർ മനഃപ്പാടമാക്കുക. ഈ ദുആഇൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: ഹിദായത്ത് പ്രാപിച്ച ആളുകളുടെ തൗഫീക്കിനെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. യക്കീനുള്ളവരുടെ അമലിനെയും തൗബയുടെ ആളുകളുടെ നിഷ്കളങ്കതയെയും ഞാൻ തേടുന്നു. ക്ഷമയുള്ളവരുടെ പാകതയെയും നിന്നെ ഭയപ്പെടുന്നവരുടെ പരിശ്രമത്തെയും ഞാൻ തേടുന്നു. ആശയുള്ളവരുടെ തേട്ടത്തെയും ഭക്തിയുള്ളവരുടെ ഇബാദത്തിനെയും ആലിമീങ്ങളുടെ വിജ്ഞാനത്തെയും ഞാൻ തേടുന്നു. അത് മുഖേന ഞാൻ നിന്നെ ഭയപ്പെടുന്നവനായിത്തീരും. അള്ളാഹുവെ, നിന്നോട് എതിര് കാണിക്കുന്നതിൽ നിന്നും എന്നെ തടയുന്ന ഭയത്തെ ഞാൻ തേടുന്നു. അങ്ങനെ നിന്നെ അനുസരിക്കുന്നത് കൊണ്ട് നിന്റെ തൃപ്തികൾക്ക് അർഹമാകുന്ന അമൽ ഞാൻ ചെയ്യുന്നവനാകണം. നിന്നെക്കുറിച്ചുള്ള ഭയം കൊണ്ട് നിഷ്കളങ്കമായി നിന്നോട് തൗബ ചെയ്യുന്നവനാകണം. നിന്നോടുള്ള സ്നേഹം കൊണ്ട് സത്യമായ നിഷ്കളങ്കതയുള്ളവനായി തീരണം. എല്ലാ കാര്യങ്ങളും നിന്നെക്കുറിച്ചുള്ള ശരിയായ ഉറപ്പോടുകൂടി നിന്നിൽ ബരമേൽപ്പിക്കുന്നവനുമാകണം. പ്രകാശം സൃഷ്ടിക്കുന്നവനെ, നീ പരിശുദ്ധനാണ്. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്ക് നീ പൂർണ്ണമായ പ്രകാശം നൽകണമേ. നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ. നീ എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ്. പരമകാരുണ്യനും കരുണാനിധിയുമാണ്. നിന്റെ കരുണ കൊണ്ട് ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണമേ. ഫആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.